തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പൊങ്ങി വരികയാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ വലിയ അധികാരങ്ങളുണ്ടായിരുന്ന യുവദമ്പതികളാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും ഒരധികാരവുമില്ലാതെ മൂലയ്ക്കിരിക്കുകയാണ്. കാരണം കയ്യിലിരിപ്പ് തന്നെയാണ്. ആര്യ രാജേന്ദ്രനാണ് ചെറിയ വയസ്സിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണായത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നും, വെറും മേയറല്ല, ഇത് കേരളത്തിൻ്റെ മേയറൂട്ടി എന്നും പറഞ്ഞ് അനാവശ്യമായി ഇങ്ങനെ ഇരിക്കുന്നതിന് മുൻപേ തന്നെ പറക്കാൻ പഠിപ്പിച്ചു വിട്ടു പാർട്ടിക്കാർ. അതിൻ്റെ ദുരന്തമാണ് പിന്നീടെല്ലാം കണ്ടത്. അതിനുശേഷം ബാലുശ്ശേരി MLA ആയിരുന്ന SFI നേതാവ് സച്ചിൻ ദേവിനെ വിവാഹം കഴിച്ചു. പിന്നീട് കണ്ടത് ഇവരുടെ താണ്ഡവമായിരുന്നു. പാവങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണി വരെ തുടങ്ങി. പാവം ഒരു KSRTC ബസ് ഡ്രൈവർ സൈഡ് കൊടുക്കാതിരുന്നപ്പോൾ റോഡിൽ തന്നെ കൈകാര്യം ചെയ്തവരാണ് മേയറൂട്ടിയും MLA-യും കുടുംബവും. ആ പാവം ഡ്രൈവറുടെ ജോലിയും പോയി. എന്നാൽ ഇതെല്ലാം ജനങ്ങൾ നന്നായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവരെ കൂടെ നിർത്തിയാൽ പാർട്ടി തന്നെ അവർ ഇല്ലാതാക്കി കളയും എന്നുള്ളത് കൊണ്ട് മേയർക്ക് CPM സീറ്റ് പോലും നൽകിയില്ല. മത്സരിക്കാനല്ല, വോട്ട് ചോദിക്കാൻ പോലും കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ ദേവ് കോഴിക്കോട്ടെ ബാലുശ്ശേരിയിൽ തൻ്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ടുപേരും തോറ്റു തൊപ്പിയിട്ടത് നമ്മൾ കണ്ടു. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം റോഡിലിറങ്ങിയുള്ള ഗുണ്ടായിസം മാത്രമല്ല, അഴിമതിയും അത്യാവശ്യം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് പുറത്തു വന്നു തുടങ്ങിയത് കൊണ്ടാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള കമലേശ്വരത്തെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ കരാർ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ തൻ്റെ ഇഷ്ടക്കാർക്ക് നൽകിയെന്നും അത് അഴിമതി നടന്നു എന്നുമുള്ള കാര്യത്തിൽ അന്വേഷണം നടത്താൻ ഇപ്പോഴത്തെ മേയർ VV രാജേഷ് കോർപ്പറേഷൻ സെക്രട്ടറി ബിനിയെ ചുമതലപ്പെടുത്തി. അടുത്ത കൗൺസിൽ യോഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നു. മൊത്തം അഴിമതിയാണെന്ന വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് ഭരണപക്ഷത്തെ VG ഗിരികുമാറാണ് ഈ യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. ധനകാര്യ സ്ഥിരം സമിതിയെ മറികടന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം വഴി കരാർ നൽകിയത് ദുരൂഹമാണെന്നും അഴിമതിയാണെന്നുമാണ് പറയുന്നത്. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ അഴിമതിയുടെ ഒരറ്റം മാത്രമാണിത് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് ഇത് സംബന്ധിച്ച പേപ്പർ ഫയൽ മണിക്കൂറുകൾക്കുള്ളിൽ 5 ഉദ്യോഗസ്ഥർ കണ്ട് തീരുമാനമെടുത്തു. എന്നാൽ സെക്രട്ടറി അത് കണ്ടിട്ടേയില്ല. കോർപ്പറേഷൻ്റെ ആസ്തികൾ ലേലം ചെയ്യേണ്ടതും കരാർ നൽകേണ്ടതും ധനകാര്യ സ്ഥിരം സമിതിയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ധനകാര്യ സ്ഥിരം സമിതിയിൽ ഭൂരിഭാഗവും BJP അംഗങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കി വളഞ്ഞ വഴിയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപയോഗിച്ച് ആര്യ രാജേന്ദ്രൻ തീരുമാനം എടുക്കുകയായിരുന്നു എന്നാണ് തെളിഞ്ഞു വന്നത്. ഇതെല്ലാം അഴിമതിക്ക് വേണ്ടിയാണ്. ഇതിന് പിന്നാലെയാണ് മുൻ മേയർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണത്തെ ഭരണസമിതി, അതായത് ആര്യ രാജേന്ദ്രൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇനി ഈ കോർപ്പറേഷൻ CPM അല്ലാതെ വേറെ ആരും ഭരിക്കില്ല എന്ന് തോന്നിയതുപോലെ ചെയ്യാമെന്നാണ് അവർ വിചാരിച്ചത്. അത് പക്ഷേ ഭരണം മാറി അഴിമതികളെല്ലാം പിടിക്കപ്പെടുകയാണ്. തിരുവനന്തപുരത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ ആ ജില്ലയിൽ നിർത്തി പ്രവർത്തിപ്പിക്കുന്നതിൽ പോലും ഇപ്പോൾ CPM നേതൃത്വത്തിന് താല്പര്യമില്ലാതെയായിരിക്കുന്നു. അതിന് പിന്നിൽ വലിയ അഴിമതി കഥകളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ ആസ്തികളെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കണമെന്ന് കോർപ്പറേഷനിലെ കോൺഗ്രസ് കക്ഷി നേതാവ് KS ശബരിനാഥനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജീവനക്കാരുടെ എണ്ണം, സ്ഥിരം കരാറുകാർ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേകമായി പ്രസിദ്ധീകരിക്കണമെന്നും അനധികൃത നിയമനങ്ങൾ അടക്കം കണ്ടെത്തണമെന്നും ശബരിനാഥൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതിനെല്ലാം അർത്ഥം ഈ അന്വേഷണത്തിൽ നിൽക്കില്ല മേയറൂട്ടിയുടെ അഴിമതി കഥകൾ എന്നതാണ് ചുരുക്കം.